ഹലോ ഫ്രണ്ട്സ്, ലൈഫ് ലൈറ്റ് സ്റ്റുഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് VRAY ലൈറ്റ് മിക്സിനെ പറ്റിയിട്ടാണ്. എങ്ങനെ VRAY ലൈറ്റ് മിക്സ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു മെത്തേഡാണ് ലൈറ്റ് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ മുന്നേക്ക് റെൻഡർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ലൈറ്റോ അതിൻ്റെ ഇൻറ്റൻസിറ്റിയോ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ റീറെൻഡർ ചെയ്യാറാണ് പതിവ്. പക്ഷേ ലൈറ്റ് മിക്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. റെൻഡർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇൻറ്റൻസിറ്റി കുറയ്ക്കാനോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ കളർ ചേഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ഞാൻ ഒരു സീൻ റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റിങ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഓൾറെഡി. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ലൈറ്റ് മിക്സ് കൊടുത്തതിന് ശേഷം ഇതിൽ വരുന്നൊരു മാറ്റം എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലൈറ്റ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ റെൻഡർ സെറ്റിങ്ങിൽ ആദ്യം പോവുക. VRAY ലൈറ്റ് മിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ബ്രൂട്ട് ഫോഴ്സിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതായത് പ്രൈമറി എൻജിൻ ബ്രൂട്ട് ഫോഴ്സ് ആക്കിയാൽ മാത്രമേ നമുക്ക് ലൈറ്റ് മിക്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് റേഡിയൻസ് മാപ്പ് വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം പ്രൈമറി എൻജിൻ നമ്മൾ ബ്രൂട്ട് ഫോഴ്സിലേക്ക് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ റെൻഡർ എലമെൻറ്റ്സിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളുടെ VRAY ലൈറ്റ് മിക്സ് നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് VRAY ലൈറ്റ് മിക്സ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ താഴെയായിട്ട് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ പല പല ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റൻസ്ഡ്, ഇൻഡിവിജ്വൽ ലൈറ്റ്സ്, ഗ്രൂപ്പ് ലൈറ്റ്സ്. വേറെ ഒന്നുമല്ല, ഇൻഡിവിജ്വൽ ലൈറ്റ്സ് ആണെങ്കിൽ ഓരോ ലൈറ്റും സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അതേപോലെ ഇൻസ്റ്റൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻസ്ഡ് ആയിട്ടുള്ള ലൈറ്റ്സ് മാത്രം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ്ഡ് ആയിട്ടുള്ള ലൈറ്റ്സ് മാത്രം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇൻഡിവിജ്വൽ ലൈറ്റ്സ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഓരോ ലൈറ്റും സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ഇൻഡിവിജ്വൽ ലൈറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് VRAY ഫ്രെയിം ബഫർ ജസ്റ്റ് ഒന്ന് എടുക്കാം. ഓക്കെ, നമ്മൾ ഫ്രെയിം ബഫർ എടുത്തു. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് IPR റെൻഡർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ടെസ്റ്റ് റെൻഡർ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ IPR റെൻഡർ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് സോഴ്സ് ലൈറ്റ് മിക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ എനേബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ താഴെ നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ ലൈറ്റ്സും നമുക്ക് ഇവിടെ എനേബിൾ ആയിട്ട് കിട്ടും. എല്ലാ ലൈറ്റ്സും സെലക്റ്റഡ് ആവും. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്നത് അതിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ VRAY ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇഷ്ടംപോലെ കളറുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ജസ്റ്റ് കളറുകൾ മാറ്റുമ്പോൾ ആ ലൈറ്റിൻ്റെ കളറ് അതിനനുസരിച്ച് ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് റാൻഡമായിട്ട് ഈ ഒരു ലൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തൊക്കെ അപ്പോൾ എവിടെ നിന്നാണ് ആ ഒരു ലൈറ്റ് വരുന്നതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് മനസ്സിലാവും. അതേപോലെ തന്നെ ഓരോ ലൈറ്റ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ബെറ്റർ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ ലൈറ്റ്സിന് പേര് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യം. സോ ഇപ്പോൾ ഞാനിങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് അറിയില്ല ഏത് ലൈറ്റാണ്. കാരണം എല്ലാ ലൈറ്റ്സും VRAY ലൈറ്റ് എന്നുള്ളൊരു പേരിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പേര് കൊടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ സ്പോട്ട് ലൈറ്റ് ആണെങ്കിൽ സ്പോട്ട് ലൈറ്റ്സ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുക, കോവ് ലൈറ്റ്സ് ആണെങ്കിൽ കോവ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ പേര് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആകും. അതേപോലെ തന്നെ ഇപ്പോൾ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇൻറ്റൻസിറ്റി എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. കണ്ടോ? അപ്പോൾ ഇൻറ്റൻസിറ്റി നമുക്ക് റെൻഡറിന് ശേഷവും നമുക്ക് ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുറച്ചും കൊടുക്കാവുന്നതാണ് നമുക്ക് ഇൻറ്റൻസിറ്റി. ഓക്കെ, അപ്പോൾ ഇൻറ്റൻസിറ്റിയും കളറും നമുക്ക് ഈ പറഞ്ഞ പോലെ റെൻഡർ ചെയ്തതിന് ശേഷവും നമുക്ക് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു VRAY ലൈറ്റ് മിക്സ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ലൈറ്റ് മിക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ലൈറ്റിന് പേര് കൊടുക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ പേര് കൊടുത്തിട്ടില്ല, അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇനി ചെയ്യുമ്പോൾ പേര് കൊടുത്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് VRAY ലൈറ്റ് മിക്സ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.